ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കോമൺ പ്രശ്നമാണ് മൗത്ത് അൾസർ അല്ലെങ്കിൽ വായ്പുണ്ണ്. വായിൽ ഇടയ്ക്കിടയ്ക്ക് പുണ്ണ് വരുന്നത് ഈ ഉഷ്ണകാലത്ത് വളരെ കൂടുതലാണ്. പ്രായഭേദമന്യേ എല്ലാവർക്കും വരുന്ന ഒരു അസുഖമാണ് വായ്പുണ്ണ്. വായ്പുണ്ണ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വെച്ചിട്ട് എന്തൊക്കെ ചെയ്തിട്ട് വായ്പുണ്ണിനെ മാറ്റിയെടുക്കാം? ഈ വായ്പുണ്ണിനെ പേടിക്കേണ്ടത് എപ്പോഴാണ് ഡോക്ടറെ പോയി കാണേണ്ടത്? വായ്പുണ്ണിന്റെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വായ്പുണ്ണിനെ എങ്ങനെ തിരിച്ചറിയാം? പൊതുവെ വായ്പുണ്ണ് എന്ന് പറഞ്ഞാൽ സെൻട്രലായിട്ട് നടുഭാഗത്ത് മഞ്ഞ കളറായിരിക്കും. ആ മഞ്ഞ കളറിന്റെ ചുറ്റുമായിട്ട് ഒരു റെഡ് ബോർഡർ ഉണ്ടാവും. ഈ മഞ്ഞ കളറുള്ള ഭാഗം വളരെ പെയിൻഫുൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെ വായ്പുണ്ണായിട്ട് നമുക്ക് കണക്കാക്കാം. വായ്പുണ്ണിന്റെ കാരണങ്ങൾ, ഒന്നാമത്തെ റീസൺ വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസിയാണ്. എസ്പെഷ്യലി ബി വൈറ്റമിൻസ് കുറവുള്ള ആളുകൾക്ക് വായ്പുണ്ണ് വരാം. രണ്ടാമത്തെ ഒരു റീസൺ സിങ്കിന്റെ കുറവാണ്. സിങ്ക് ഫുഡിൽ അടങ്ങിയിട്ടില്ലെങ്കിലും നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള സിങ്ക് ഇല്ലെങ്കിലും വായ്പുണ്ണ് വരാം. മൂന്നാമത്തെ റീസൺ സ്ട്രെസ് തന്നെയാണ്. ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും സ്ട്രെസ്സാണ്. ഈ സ്ട്രെസ് കാരണം, അമിതമായ സ്ട്രെസ് കാരണം അത് നമ്മുടെ ബോഡിയിൽ റിയാക്ട് ആയിട്ട് വായ്പുണ്ണിന്റെ രൂപത്തിൽ പുറത്തു വരാം. അടുത്തൊരു റീസൺ സ്ലീപ്പാണ്. കൃത്യമായിട്ടുള്ള സമയത്ത് ഉറങ്ങുകയും എണീക്കുകയും ചെയ്യാത്തത് കാരണം നമ്മുടെ ഒരു സ്ലീപ്പ് വേക്ക് സൈക്കിൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ പോവുകയും അങ്ങനെ ബോഡി സ്ട്രെസ്ഡ് ആയിട്ടും വായ്പുണ്ണായിട്ട് വരാം. പ്രമേഹമുള്ള ആളുകളിലും വായ്പുണ്ണ് വരാം. പ്രമേഹം കൺട്രോൾഡ് അല്ലാത്ത ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് വായ്പുണ്ണ് വരാം. നെക്സ്റ്റ് റീസൺ ആയിട്ട് ഹോർമോണൽ ഇംബാലൻസിനെ പറയാം. ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് മൗത്ത് അൾസർ വരാം. അതുപോലെ തന്നെ എച്ച് പൈലോറി ഇൻഫെക്ഷൻ ഉള്ള ആളുകൾക്ക്, അത് വയറ്റിൽ വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. ഈ ഇൻഫെക്ഷൻ കാരണവും മൗത്ത് അൾസർ വരാം. അതുപോലെ തന്നെ ഷാർപ്പ് ടീത്ത് ഉള്ള ഒരാളാണെങ്കിൽ, നമുക്കറിയാം ഷാർപ്പ് ടീത്ത് മോണയിലോ കവിളിലോ ഒക്കെ എവിടെയെങ്കിലും തട്ടി ഇടയ്ക്കിടയ്ക്ക് മുറിവാകുന്നുണ്ടെങ്കിൽ അതും മൗത്ത് അൾസർ ആയിട്ട് കാണപ്പെടാറുണ്ട്. നെക്സ്റ്റ് റീസൺ ഹെർപ്പിസ് ഇൻഫെക്ഷൻസ് ആണ്. ഹെർപ്പിസ് ഇൻഫെക്ഷൻ പോലെയുള്ള കണ്ടീഷൻസിൽ മൗത്ത് അൾസർ ആയിട്ടാണ് അത് പുറത്തു വരിക. അടുത്ത റീസൺ അലർജി ഉള്ള ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് വായ്പുണ്ണ് വരാം. അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ രോഗപ്രതിരോധ ശേഷി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതും അൾസറിന്റെ രൂപത്തിൽ റിയാക്ട് ആയിട്ട് വരാം. അപ്പൊ ഇതൊക്കെയാണ് മൗത്ത് അൾസർ വരാനുള്ള മേജർ ആയിട്ടുള്ള കുറച്ച് റീസൺസ്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇത്തരം വായ്പുണ്ണുകളെ പേടിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾ വായ്പുണ്ണിനെ പേടിക്കേണ്ടതാണ്. അപ്പോൾ പേടിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. 1 സെന്റിമീറ്ററിൽ കൂടുതൽ വലിപ്പമുള്ള വായ്പുണ്ണാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. രണ്ടാമത്, ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, അതായത് ഒരു മാസം തന്നെ 2ഉം 3ഉം പ്രാവശ്യമൊക്കെ ആയിട്ട് വായ്പുണ്ണ് വരുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണേണ്ടതാണ്. അടുത്തൊരു റീസൺ, 3ൽ കൂടുതൽ എണ്ണം ഉണ്ടെങ്കിലും ശ്രദ്ധിക്കണം. അതും നോർമൽ ആയിട്ട് വരുന്നതല്ല. സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴാണ് 3ൽ കൂടുതലായിട്ടുള്ള വായ്പുണ്ണായിട്ട് പുറത്തു വരുന്നത്. അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 ആഴ്ചയിൽ കൂടുതൽ ഈ വായ്പുണ്ണ് നിങ്ങളെ വായിൽ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അതും അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു കണ്ടീഷനാണ്. അതുപോലെ വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് ഈ പുണ്ണ് കാരണമെങ്കിലും ശ്രദ്ധിക്കണം. ചില ആളുകൾക്ക് വായ്പുണ്ണിനോടൊപ്പം തന്നെ കഴലവീക്കം ഉണ്ടാവാറുണ്ട്. കഴല എന്ന് പറഞ്ഞാൽ ലിംഫ് നോഡ്സ് ആണ്. അപ്പൊ കഴുത്തിന്റെ ചുറ്റുമൊക്കെയുള്ള ഇവിടെയും സെന്ററിലൊക്കെ ആയിട്ടുള്ള ലിംഫ് നോഡ്സ് വീങ്ങുകയാണെങ്കിലും വളരെ ശ്രദ്ധിക്കണം. അതും നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല. ഇടയ്ക്കിടയ്ക്ക് വായ്പുണ്ണ് ഉണ്ടാകുന്നതും അതുപോലെ വായ്പുണ്ണ് ഉണ്ടാകുമ്പോൾ അസഹ്യമായ വേദന ഉണ്ടെങ്കിലും ആ വായ്പുണ്ണ് ഉണ്ടാകുന്ന ആ ഒരു ഇന്റർവെല്ലിൽ ജോയിന്റ് പെയിൻ ഒക്കെ ഉണ്ടെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ നമ്മൾ സസ്പെക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ സമയത്തും നിങ്ങൾ ഡോക്ടറെ തന്നെ കണ്ടിട്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. വല്ലപ്പോഴും ഒക്കെയാണ് ഈ വായ്പുണ്ണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ വെച്ചിട്ട് തന്നെ ഈ പുണ്ണിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന റെമഡീസ് എന്ന് നോക്കാം. ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കവിള് കൊള്ളുകയാണെങ്കിൽ വായ്പുണ്ണ് മാറാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിരിക്കും. 2-3 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ വായ്പുണ്ണ് കംപ്ലീറ്റ്ലി ക്യൂർ ആവുന്നത് കാണാൻ സാധിക്കും. അടുത്ത കാര്യം ചെയ്യാൻ പറ്റുന്നത്, ബേക്കിംഗ് സോഡ ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കും അല്ലെ. ഈ ബേക്കിംഗ് സോഡയിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒരു പേസ്റ്റ് ഫോമിലാക്കിയിട്ട് എവിടെയാണോ അൾസർ ആയിട്ട് കിടക്കുന്നത് അതിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുക. അങ്ങനെ അപ്ലൈ ചെയ്ത് കുറച്ച് സമയത്തിന് ശേഷം കഴുകി കളയുക. അങ്ങനെ ഈ പ്രോസസ്സ് ഒരു ദിവസം റിപ്പീറ്റ് ആയിട്ട് കുറച്ച് മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിലും ഈ അൾസർ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അലോവേറ ജെല്ലൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നാച്ചുറൽ ആയിട്ടുള്ള നമ്മളെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള നാച്ചുറൽ അലോവേറ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ ഈ ജെല്ല് അൾസർ ഉള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്താലും അൾസറിൽ നിന്ന് റിലീവ് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തേനും യൂസ് ചെയ്യാൻ സാധിക്കും. തേൻ യൂസ് ചെയ്യുകയാണെങ്കിലും എവിടെയാണോ അൾസർ ഉള്ളത് അവിടെ കുറച്ച് തേൻ അപ്ലൈ ചെയ്യുകയാണെങ്കിലും അൾസർ മാറാറുണ്ട്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും നമ്മളെ വീട്ടിൽ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് അല്ലെ കോക്കനട്ട് ഓയിൽ. വെളിച്ചെണ്ണ നിങ്ങൾക്ക് കുറച്ച് കട്ടി രൂപത്തിലുള്ള വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ച് ഫ്രീസ് ചെയ്തിട്ടൊക്കെ ഈ വെളിച്ചെണ്ണേനെ അൾസറിന്റെ മുകളിൽ അപ്ലൈ ചെയ്താലും അൾസർ പെയിനിൽ നിന്നും കുറച്ച് റിലീഫ് കിട്ടും.
ഷാർപ്പായിട്ടുള്ള ഒരു പല്ലാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് കവിളിലൊക്കെ തട്ടിയിട്ട് മുറിവായിട്ട് അൾസറായിട്ട് വരാം അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുന്ന ഷാർപ്പ് ടീത്തിനെ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് സ്മൂത്തൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കവിളിൽ തട്ടിയിട്ടൊക്കെ ഉണ്ടാവുന്ന അൾസർ ഇല്ലാതാക്കാൻ ഹെൽപ്പ് ചെയ്യും. അടുത്ത കാര്യം ചെയ്യേണ്ടത്, ഹാർഡ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷ് ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ചേഞ്ച് ചെയ്തിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുക. ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുമ്പം മോണയിലൊക്കെ ഉണ്ടാവുന്ന ഡാമേജ് കുറഞ്ഞു കിട്ടുകയും അങ്ങനെ അൾസറിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ആയിരിക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാം. ചിലർക്ക് ഈ മൗത്ത് അൾസർ വരുന്നത് ബി വൈറ്റമിൻസിന്റെ കുറവ് കൊണ്ടായിരിക്കും. ബി വൈറ്റമിൻസിന്റെയും സിങ്കിന്റെയും ഒക്കെ കുറവ് കാരണം മൗത്ത് അൾസർ ഇടയ്ക്കിടയ്ക്ക് വരാം. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ബി കോംപ്ലക്സ് വൈറ്റമിൻ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം എടുക്കേണ്ടതാണ്. അതുപോലെ ബി വൈറ്റമിൻസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യാനും ശ്രദ്ധിക്കണം. അതുപോലെ സിങ്ക് റിച്ച് ആയിട്ടുള്ള ഫുഡും ഭക്ഷണത്തിൽ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ചില ആളുകൾക്ക് ഇങ്ങനെ ഉപ്പുവെള്ളമൊന്നും കവിൾ കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. അസഹ്യമായ വേദന കാരണം എസ്പെഷ്യലി കുട്ടികൾക്കൊന്നും ഉപ്പുവെള്ളം കവിൾ കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ലിഡോക്കെയിൻ പോലെയുള്ള ലോക്കൽ അനസ്തെറ്റിക്സ് ഉണ്ട്. ഈ അനസ്തെറ്റിക് മെഡിസിൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ വേദന ഒരു പരിധി വരെ കുറഞ്ഞു കിട്ടും. വൈറ്റമിൻ ബി അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ ബി കോംപ്ലക്സ് വൈറ്റമിൻ എടുക്കുന്നുണ്ടെങ്കിൽ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ്. ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.